വർക്കലയ്ക്ക് സമീപം അജ്ഞാത കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്തി. സ്കൂബ ഡൈവർമാരാണ് അഞ്ചുതെങ്ങിനും വർക്കലയ്ക്കും മധ്യേ കപ്പൽ കണ്ടെത്തിയത്. യുദ്ധകാലത്ത് തകർന്ന ബ്രിട്ടീഷ് കപ്പലോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് കടലിന്റെ ആഴങ്ങളിൽ പെട്ടുപോയ ഡച്ച് കപ്പലിന്റെ അവശിഷ്ടങ്ങളോ ആകാമെന്നാണ് നിഗമനം. ജിബിൻ ജെബി ചേരുന്നു. ഗുഡ് മോർണിംഗ് ജിബിൻ. ജിബിൻ, ഈ സാധാരണ ഇതുപോലെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഇത്തരം വസ്തുക്കളൊക്കെ കണ്ടുപിടിച്ചാൽ, പുരാവസ്തുവിന്റെ അവശേഷിപ്പുകളൊക്കെ കണ്ടുപിടിച്ചാൽ അതൊരു വലിയ സംഭവമായി മാറാറുണ്ട്. ഈ പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട വകുപ്പുകളും അതിന്റെ അധികൃതരും ഒക്കെ വന്ന് ഇതിന്റെ പുനർഗവേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അമ്മാതിരി ഏതെങ്കിലും തലത്തിലേക്ക് ഇത് പോയിട്ടുണ്ടോ? ഇതുവരെയും തന്നെ അതിന്റെ ഒരു ആരംഭം ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഇത് ഈ വർക്കലയ്ക്കും അഞ്ചുതെങ്ങിനും മധ്യ നെടുകണ്ടം ബീച്ചിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ ഉള്ളിലേക്ക് കടലിൻ്റെ 45 അടി ആഴത്തിലാണ് ഇത്തരത്തിലൊരു ഏതോ ഒരു കാലഘട്ടത്തിൽ തകർക്കപ്പെട്ടു പോയ ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നലെ കണ്ടെത്തിയത്. ഈ വർക്കലയിൽ നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് അവർക്ക് പുതിയ ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ആഴങ്ങളൊക്കെ തേടിയുള്ള യാത്രയുടെ മധ്യത്തിലാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി ഇത്തരത്തിലൊരു കടലിൻ്റെ അടിത്തട്ടിൽ അവരൊരു കാഴ്ച കണ്ടത്. പക്ഷേ ഈ ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കപ്പലിൻ്റെ യഥാർത്ഥ ചരിത്രം സംബന്ധിച്ച പല തരത്തിലുള്ള കഥകളാണ് പല തരത്തിലുള്ള അഭ്യൂഹങ്ങളെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ തേടിയുള്ള യാത്രയാണ് ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്. ഇതിൽ പലതരത്തിലുള്ള കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കൊക്കെ മുമ്പ് തകർന്നു പോയ ഏതോ ഒരു കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെന്നാണ് അവിടുത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ഈ 1945 ശേഷം 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവിൽ തകർക്കപ്പെട്ട ഏതോ ഒരു ബ്രിട്ടൻ്റെ കപ്പലായിരിക്കാം, അതായത് ജപ്പാൻ തകർത്ത ബ്രിട്ടൻ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കാമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡച്ച് പടയോട്ടത്തിൻ്റെ അവസാന നാളുകളിൽ തകർക്കപ്പെട്ട, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തകർത്ത ഡച്ച് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളാണെന്നും ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്യാമറയിലെ സുജിത്തേട്ടൻ പറഞ്ഞതുപോലെ പണ്ട് ഈ ആഴിമല കേന്ദ്രീകരിച്ച് ഒരു കപ്പൽശാലുണ്ടായിരുന്നു വ്യവസായവുമായി ബന്ധപ്പെട്ട്. അത് പിന്നീട് പിൽക്കാലത്തേക്ക് കൊല്ലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ചരക്കുമായി എത്തിയ ഏതെങ്കിലും കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും ആകാം. അത്തരത്തിൽ പലതരത്തിലുള്ള കഥകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ മോത്തി പറഞ്ഞതുപോലെ ഈ ഒരു കപ്പലിൻ്റെ ചരിത്രവും ഇതിൻ്റെ കാലപ്പഴക്കവും സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾക്കായി ഇനി ഗവേഷകരൊക്കെ തന്നെ വർക്കലയിലേക്ക് എത്തും. അത് വർക്കലയുടെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് വർക്കലയെ കൂടുതൽ ആകർഷണമാക്കാനും കൂടുതൽ വ്യവസായങ്ങളും അതുപോലെ തന്നെ കൂടുതൽ അഡ്വഞ്ചർ സ്പോർട്സും ഒക്കെ തന്നെ വർക്കലയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ തന്നെ വഴിയൊരുക്കും ഈ ഒരു കണ്ടുപിടുത്തത്തിലൂടെ. തീർച്ചയായിട്ടും ജിബിൻ. അപ്പം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ് വർക്കല എന്ന് പറയുന്നത്. വർക്കല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടെ കൂടുതൽ വികാസങ്ങൾക്ക് ഇതൊരു വഴിവെക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. ജിബിന് എല്ലാ നല്ല ദിവസത്തിന് വേണ്ടിയുള്ള ആശംസകളും നേർന്നു ജിബിൻ. നന്നായിരിക്കട്ടെ, അടിപൊളിയായിരിക്കട്ടെ ഇന്നത്തെ ദിവസം.